Welcome to my YouTube channel Word Wings. Today we are going to discuss about the lesson His First Flight by Liam O'Flaherty. I hope it will be helpful to crack high score in your exam. Before starting the lesson, you should know about Liam O'Flaherty. Liam O'Flaherty was the author of the work His First Flight. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യ പാഠമാണ് ലിയം ഓ'ഫ്ലഹേർട്ടിയുടെ വർക്കായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. നമ്മളൊരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ വർക്ക് എഴുതിയ ആളെക്കുറിച്ചോ അതിൻ്റെ ഓതറെക്കുറിച്ചോ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അയാളെക്കുറിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇറ്റ് വിൽ ബി ഹെൽപ്പ് ടു ക്രാക്ക് ഹൈ സ്കോർ ഇൻ യുവർ എക്സാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിയം ഓ'ഫ്ലഹേർട്ടിനെ കുറിച്ച് ഒന്ന് നോക്കാം. Liam O'Flaherty was an Irish novelist and a short story writer. Liam O'Flaherty ഒരു ഐറിഷ് നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. His works are noted for their psychological insight into life's problem and the ways of overcoming them. അയാളുടെ അധിക വർക്കുകളും മനഃശാസ്ത്രമായ ഒരു ഉൾക്കാഴ്ച നിറഞ്ഞതാണ്. അത് എങ്ങനെയുള്ളവയാണ്? നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, അതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം എന്നാണ് ഓരോ വർക്കിലൂടെയും അയാൾ പറയുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അയാൾ എന്താണ് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അയാൾ ഈ വർക്കിലൂടെ പറയുന്നത്. ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ്ഡ് ഇൻ ഫാമിലി ലൈഫ്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ലൈഫുമായി എത്രത്തോളം ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നും അദ്ദേഹം ഇതിലൂടെ കാണിക്കുന്നു. ത്രൂ ദ സ്റ്റോറി ഓഫ് ദ ബേർഡ്സ് ദ റൈറ്റർ കൺവേ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. പക്ഷികളുടെ ഈ കഥ പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ആത്മാഭിമാനത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും പ്രാധാന്യമാണ് അദ്ദേഹം കാണിക്കുന്നത്. അപ്പം നമുക്ക് വർക്കിലേക്ക് കടക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his sledge. His two brothers and his sister had already flown away the day before. Seagull means എന്താണ്? Anyone? Seagull means കടൽക്കാക്ക and the word ledge means പാറക്കെട്ട്. ആ കുഞ്ഞു കടൽക്കാക്ക ആ പാറക്കെട്ടിൽ ഒറ്റക്കായിരുന്നു. അവൻ്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും മുന്നേ തന്നെ പറന്നു പോയിട്ടുണ്ട്. ഹി ഹാസ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. എന്തുകൊണ്ടാണ് ഈ കടൽക്കാക്ക പറന്നു പോവാത്തത് അവരുടെ കൂടെ? അവൻക്ക് അവരുടെ കൂടെ പറന്നു പോകാൻ എന്തായിരുന്നു? പേടിയായിരുന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. പക്ഷേ അവൻ എന്ത് ചെയ്തു നോക്കുകയാണ്? അവനൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുകയാണ്, പരിശ്രമിച്ച് നോക്കുകയാണ്. ഫ്ലാപ്പ് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകൾ അടിക്കാൻ വേണ്ടിയും മുന്നേട്ട് പറക്കാൻ വേണ്ടിയും അവൻ പരിശ്രമിച്ച് നോക്കുകയാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഹി ബിക്കെയിം അഫ്രൈഡ്, അവന് പേടിച്ചു പോവുകയാണ്. ബ്രിങ്ക് എന്ന വേർഡിൻ്റെ മീന് അരികെ, ലഡ്ജ് മീൻസ് ഉന്തിയ പാറ. അപ്പോൾ അവന് ആ പാറക്കെട്ടിൻ്റെ അരികിലൂടെ അവൻ്റെ ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ പരിശ്രമങ്ങളൊക്കെ എന്താവുകയാണ്? പരാജയപ്പെട്ടു പോവുകയാണ്. ഹി ബിക്കെയിം അഫ്രൈഡ്, അവന് പേടിച്ചു പോവുകയാണ്. പറക്കാൻ അവനക്ക് ആവശ്യത്തിന് ധൈര്യം കിട്ടുന്നില്ല. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്. വിശാലമായ കടൽ താഴെ പരന്നു കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. അതെങ്ങനെയുള്ളതാണ്? ലോങ് വേ, വളരെ ദൂരം നിറഞ്ഞൊരു, താഴേക്ക് വളരെ ദൂരം നിറഞ്ഞൊരു വഴിയാണ്. ഹി ഫെൽറ്റ് സർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻക്ക് എന്ത് അനുഭവപ്പെടുകയാണ്? അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണ്. സോ ഹി ബെൻ ഹിസ് ഹെഡ്, അവൻ എന്ത് ചെയ്തു? അവൻ്റെ തല താഴ്ത്തി. ബെൻ മീൻസ് താഴ്ത്തുക. ആൻഡ് റാൻ എവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അവന് തിരികെ ബാക്കിലേക്ക് ഓടുകയാണ്. എവിടേക്ക്? അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. താഴെയുള്ളൊരു പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് അവന് ഓടുകയാണ്. അവിടെയായിരുന്നു തലേ ദിവസം അവന് കിടന്നിരുന്നത്. രാത്രി അവന് കിടന്നിരുന്ന സ്ഥലത്തേക്ക് അവൻ തലയും താഴ്ത്തി പോവുകയാണ്. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഹൂസ് വിങ്സ് വെർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അവൻ ചിന്തിക്കുകയാണ് എന്താണ്? അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും വിങ്സ് മീൻസ് ചിറക് എങ്ങനെയുള്ളതാണ്? വെർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഔൺ, അവനേക്കാൾ എത്രയോ ഷോർട്ടറാണ് അവരുടെ ചിറകുകൾ. റാൻ ടു ദ ബ്രിങ്ക് ഫ്ലാപ്ഡ് ദെയർ വിങ്സ്. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും, ബ്രിങ്ക് മീൻസ് എൻഡ്, ആ പാറക്കെട്ടിൻ്റെ അറ്റത്തേക്ക് ഓടിപ്പോവുകയും, ഫ്ലാപ്ഡ് ദെയർ വിങ്സ്, അവരുടെ ചിറകടിക്കുകയും, ആൻഡ് ഫ്ലൂ അവേ, പറന്നു പോവുകയും ചെയ്തു. ഹി ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പെറേറ്റ്.
മസ്റ്ററപ്പ് മീൻസ് കളക്ട് ആൻഡ് പ്ലഞ്ച് മീൻസ് ജംപ്, ഡെസ്പെറേറ്റ് മീൻസ് നിരാശ. അവൻ എന്ത് ചെയ്തു? ധൈര്യം കൈവരിക്കാനും അവർക്ക് ചാടുവാനും ഭയപ്പെടുകയും വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പെറേറ്റ്. അവൻ എന്ത് ചെയ്തു? ധൈര്യമില്ലാത്തതിനാൽ വളരെയധികം നിരാശനായി. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം എറൗണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി സ്കോൾഡിങ് ഹിം. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ചുറ്റും വരികയും അവനെ ഷ്രില്ലി സ്കോൾഡിങ് ഹിം. ഷ്രില്ലി മീൻസ് ഉച്ചത്തിൽ, സ്കോൾഡിങ് ഹിം അവനെ ഉച്ചത്തിൽ വഴക്ക് പറയുകയും ത്രെട്ടണിങ് ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് സ്ലെഡ്ജ്. ത്രെട്ടണിങ് മീൻസ് ഭീഷണിപ്പെടുത്തുക. ത്രെട്ടണിങ് ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് സ്ലെഡ്ജ് അൺലെസ് ഹീ ഫ്ലൂ അവേ. അവന് പറന്നു പോയില്ലെങ്കിൽ അവനെ അവിടെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്. പക്ഷേ അവന് പറന്നു പോവാൻ സാധിച്ചില്ല.